ജമ്പയുടെ പൊസിഷനൊക്കെ ഇരുന്നു. കേറ്, നിങ്ങൾ വരുന്നില്ലേന്ന് കേറാൻ. നിങ്ങൾ വരുന്നില്ലേന്ന്. ഞങ്ങൾ വരാം, നീ കയറി കയറിയിരിക്കും. അകത്തേക്ക് കയറ്. ഡോർ അടക്കിട്ടാ, ഡോർ അടക്കട്ടെ. ഇരിക്കണണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ സിറ്റ് ചെയ്യണമെന്ന്. കാരണം ക്ലീൻ ചെയ്യാണ്ട് പുറത്തേക്ക് വിട്ടു. ഡോർ അടച്ചിട്ട് സിറ്റ് ചെയ്താൽ മതി. ഭയങ്കര അൻസന്റിയാ. കുറച്ച് നീങ്ങിയിരിക്കും. അതിൽ അല്ലെങ്കിൽ മേത്ത് വന്ന് അടയും. ഓക്കെ, ഞങ്ങൾ കുളിച്ചിട്ട് വരാം കേട്ടോ. അവിടെ ഇരിക്കുക, അവിടെ തന്നെ ഇരിക്കും. ഞാൻ എടുത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി അവളെ വാഷ് ചെയ്യിക്കണം. ഗുഡ് ഗേൾ ആ, ടൈലി ഗുഡ് ഗേൾ ആണ്. ഗുഡ് ഗേൾ. അവിടെ ഇരുന്നോട്ടാ. അവിടെ ഇരിക്കേ. ഇനി നമുക്ക് കുളിക്കാൻ പോവാം. ഇനി കൊണ്ടുപോയി കാലും കഴിയും ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുള്ളൂ. ടോയ്ലറ്റിൽ കൊണ്ടുപോയി കയ്യും കാലും ഒക്കെ ക്ലീൻ ചെയ്യും. മേത്ത് എന്ത് സുഖ ജീവിതല്ലേ, രാജാവിനെ പോലെ കൊണ്ടുപോവാ. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഐവീനെ നടത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് കാലില് ചെളിയൊക്കെ കഴുകാന്ന്. അപ്പൊ നേരെ ഞങ്ങള് ഐവീനെ നടത്തി കൊണ്ടുവന്ന് ഇവിടെ ബാത്റൂമിൽ ക്യൂബിക്കിളിൽ കൊണ്ട് വെക്കുവേ. എന്നിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രൈ ചെയ്തിട്ടാണ് പിന്നെ അവളെ എടുക്കുള്ളൂ. പിന്നെ ചെറിയ ഡോഗ് ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ തന്നെ ക്യാരി ചെയ്യാം. അപ്പൊ താഴേന്ന് മോള് വരെ ബാത്റൂമിലേക്ക് ഞാൻ ക്യാരി ചെയ്ത് കൊണ്ടുവരും. വലിയ ഇഷ്ടമല്ല, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റേ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക. കുളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല, വെള്ളം വീഴുന്നത് ഒന്നും ഇഷ്ടമല്ല. അല്ലേടി? ഇപ്പൊ കുളിപ്പിക്കാം കേട്ടാ. വീഡിയോ എടുക്കാതെ വേഗം എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാമെന്നാ പറയണേ. ഉറങ്ങാനല്ലേ? വേറെ എക്സ്ട്രാ പണിയൊന്നും ഇല്ലല്ലോ? ഇല്ലാന്ന്. ഓക്കെ, എന്നാ കുളിപ്പിച്ചു തരാമേ. എവറി വോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവന്ന് കയ്യും കാലും ഒക്കെ കഴുകിച്ചിട്ടേ വീടിനകത്ത് കയറ്റുള്ളൂ കേട്ടോ, ഡ്രൈ ചെയ്തിട്ട്. അവൾക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും അതൊരു ശീലമാണ്. ഫുൾ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ അകത്ത് കയറ്റുന്നത്. ഇവര് നമ്മുടെ കൂടെ വീട്ടിൽ തന്നെ ജീവിക്കുന്ന കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം കഴുകാതെ ഇവർ ഒരിക്കലും വീടിൻ്റെ അകത്ത് നമുക്ക് അങ്ങനെ അലൗ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഐവിക്ക് അറിയാം ഐവിയുടെ റൂട്ടീൻ. നമ്മൾ നടന്നു കയറി വന്ന ബാത്റൂമിൽ പോയിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അവൾക്ക് അത് അത്ര ഇഷ്ടമല്ലെങ്കിലും അവൾ എൻ്റെ കൂടെ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നന്നായി കാലും മുഖവും കഴുകിയതിന് ശേഷം നമ്മൾ ഡ്രൈ ചെയ്യണം. കാരണം ഇവർ ഭയങ്കര ഫെറുള്ള ബ്രീഡ് ആയതുകൊണ്ട് നമ്മൾ ഉണക്കിയില്ലെങ്കിൽ അവരുടെ ഫെറിന്നൊരു ബാഡ് സ്മെല്ല് വരും. നമ്മൾ ഈ ഉണങ്ങാത്ത തുണിയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്മെല്ലില്ലേ, അപ്പോൾ ആ സ്മെല്ല് അവോയ്ഡ് ചെയ്യാൻ നന്നായി ഡ്രൈ ചെയ്യണം. ഫുള്ള് കുളിപ്പിക്കണം എന്നില്ല, പക്ഷെ കാലും മുഖവും നിർബന്ധമായിട്ടും കഴുകണം.